പുതുക്കാട് മുപ്ലിയം പാതയിൽ മറവാഞ്ചേരി സ്നേഹപുരത്ത് വാട്ടർ അതോറിറ്റിയുടെ പൈപ്പിൽ ചോർച്ചയുണ്ടായതിനെ തുടർന്ന് വെള്ളം കുത്തിയൊഴുകി റോഡ് തകർന്നു. പ്രദേശത്ത് വാഹന ഗതാഗതവും കുടിവെള്ള വിതരണവും തടസ്സപ്പെട്ടു. മറവാഞ്ചേരി സ്നേഹപുരം റോഡിലാണ് പൈപ്പ് പൊട്ടിയത്. റോഡിൽ വലിയ ഗർത്തം രൂപപ്പെട്ടു. വ്യാഴാഴ്ച ഉച്ചയോടെയാണ് സംഭവം. വാട്ടർ അതോറിറ്റിയുടെ കുടിവെള്ള പൈപ്പ് പൊട്ടുകയും വെള്ളം കുത്തിയൊഴുകിയതിനെ തുടർന്ന് റോഡ് തകർന്ന് വലിയ ഗർത്തം രൂപപ്പെടുകയുമായിരുന്നു. റോഡിൽ ഗതാഗതം തടസ്സപ്പെട്ട നിലയിലാണ്. പൈപ്പിലെ ചോർച്ച പരിഹരിക്കുന്നതിനായി വാൽവ് അടച്ചതോടെ പ്രദേശത്ത് പൈപ്പ് വെള്ളത്തെ മാത്രം ആശ്രയിക്കുന്ന നിരവധി വീടുകളിലേക്കുള്ള കുടിവെള്ള വിതരണം തടസ്സപ്പെട്ടു. വിവരമറിഞ്ഞ് വാർഡ് മെമ്പർമാരായ ജോയ് മഞ്ഞളിയും ശ്രീജ രാജേഷും സ്ഥലത്തെത്തി. നാട്ടുകാരുടെ സഹായത്തോടെ റോഡിൽ മുന്നറിയിപ്പ് സംവിധാനങ്ങൾ ഒരുക്കി ഗതാഗതം നിയന്ത്രിച്ചു. ഏകദേശം ഒരു 2-2.5 മണിക്കൂർ മുമ്പാണ് ഇവിടുത്തെ KWയുടെ പൈപ്പ് പൊട്ടിയിട്ട് വലിയ രീതിയിൽ ഒരു ഗർത്തം ഇവിടെ രൂപപ്പെട്ടത്. ഒരു വഴിയാത്രക്കാരനായ ഒരാൾ എന്നെ വിളിച്ച് പറയുകയാണ്. വന്നു നോക്കിയപ്പോൾ വളരെ ഗൗരവത്തിലാണ്. ഇപ്പോൾ അതിൻ്റെ ഉള്ളിലെ വെള്ളത്തിൻ്റെ ഫോഴ്സ് കാരണം ഒരുപാട് മണ്ണ് അതിൻ്റെ ഉള്ളിൽ നിന്ന് പോയി. അപ്പോൾ അത് ഒരു പൊള്ളമാരിയായി. ടാറിങ് മാത്രമാണ് ഒരു പാലമായിട്ട് നിൽക്കുന്നത്. അപ്പോൾ ഭാരത്തിലുള്ള വാഹനങ്ങളൊന്നും ഇതിൽ പോകാൻ പറ്റാത്ത ഒരു അവസ്ഥയുണ്ട്. അത് കാരണം ബസ്സുകാരും അതുമാതിരി ടോറസ് അങ്ങനെയുള്ള ലോഡുള്ള വാഹനങ്ങൾ എല്ലാം ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ പോലീസിനും ഇവരെ അറിയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ റിപ്പയറിങ്ങിന് എൻ്റെ KWയുടെ ആളുകൾ ഇവിടെ എത്തിയിട്ടുണ്ട്. പഞ്ചായത്ത് പ്രസിഡൻറ്റും എല്ലാവരും ഇവിടെ വന്നിരുന്നു. എന്തായാലും എത്രയും പെട്ടെന്ന് ഈ റോഡ് ഗതാഗത യോഗ്യമാക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒരു ലക്ഷ്യം. അപ്പോൾ അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങളെ ഏകോപിപ്പിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകാനാണ് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ മുപ്ലിയം റോഡിൻ്റെ അവസ്ഥയാണ് ഈ കാണുന്നത്. അപ്പോൾ ഇതിൻ്റെ അവസ്ഥ ഇപ്പോൾ വളരെ ശോചനീയമായ അവസ്ഥയിലാണ് കിടക്കുന്നത്. നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ ഇതിനായിട്ട് ഇത് ഒന്ന് ക്ലിയർ ചെയ്ത് കിട്ടാനായിട്ടുള്ള നടപടികൾ സ്വീകരിക്കണം എന്നാണ് എൻ്റെ ഭാഗത്തു നിന്ന് പറയാനുള്ളത്. പിന്നെ നമ്മുടെ വാട്ടർ അതോറിറ്റിയുമായി സംസാരിച്ച് അവരവിടെ എത്തി അതിനായിട്ടുള്ള കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ പഞ്ചായത്ത് അധികൃതർ പോലീസിലെല്ലാം നമ്മൾ അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇത് എത്രയും പെട്ടെന്ന് നമുക്ക് ഗതാഗത സൗകര്യ മാർഗത്തിനായിട്ട്, അതായത് നമുക്ക് വിനിയോഗിക്കാനായിട്ട് എത്രയും പെട്ടെന്ന് ഇതിൻ്റെ പൂർണ്ണഗതിയിലാക്കാനായിട്ട് നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ചെയ്യണമെന്നാണ്. വാട്ടർ അതോറിറ്റി അധികൃതർ സ്ഥലത്തെത്തി പൈപ്പിന്റെ ചോർച്ച പരിഹരിക്കാനുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. സ്വകാര്യ ബസ്സുകളും KSRTC വാഹനങ്ങളും സ്കൂൾ വാഹനങ്ങളും അടക്കം നൂറുകണക്കിന് വാഹനങ്ങൾ ഇടതടവില്ലാതെ സഞ്ചരിക്കുന്ന പാതയിൽ വാഹന ഗതാഗതം തടസ്സപ്പെട്ടത് പ്രദേശവാസികളെ സാരമായി ബാധിക്കും. ഒപ്പം ഉന്നതകളിലേക്കടക്കമുള്ള കുടിവെള്ള വിതരണവും തടസ്സപ്പെടുന്നത് പ്രതിസന്ധിയാകും. പ്രശ്നം അടിയന്തരമായി പരിഹരിക്കണമെന്ന് KK രാമചന്ദ്രൻ MLA വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥരോട് നിർദ്ദേശിച്ചു. എത്രയും വേഗം മേഖലയിൽ ഗതാഗതവും കുടിവെള്ള വിതരണവും പുനഃസ്ഥാപിക്കുമെന്ന് MLA അറിയിച്ചു. പുതുക്കാട് മുപ്ലിയം പാതയിൽ മറവാഞ്ചേരി സ്നേഹപുരം പ്രദേശത്ത് വാട്ടർ അതോറിറ്റിയുടെ പൈപ്പിൽ ചോർച്ചയുണ്ടായതിനെ തുടർന്ന് വെള്ളം കുത്തിയൊഴുകി റോഡിൽ വലിയ ഗർത്തം രൂപപ്പെട്ടിരിക്കുകയാണ്. റോഡ് ഭാഗികമായി തകർന്ന അവസ്ഥയിലാണ്. ഏതായാലും ഗതാഗതം പൂർണ്ണമായും മുടങ്ങിയ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഉള്ളത്. ഒപ്പം തന്നെ പൈപ്പ് വെള്ളത്തെ മാത്രം ആശ്രയിക്കുന്ന നിരവധി വീടുകളിലേക്കുള്ള കുടിവെള്ള വിതരണവും തടസ്സപ്പെട്ടിരിക്കുകയാണ്. ഏതായാലും വാട്ടർ അതോറിറ്റി അധികൃതർ അടിയന്തരമായി സ്ഥലത്തെത്തി നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. എത്രയും വേഗം പൈപ്പിൻ്റെ ചോർച്ച പരിഹരിച്ച് റോഡ് ഗതാഗത യോഗ്യമാക്കുകയും ഒപ്പം കുടിവെള്ള വിതരണം പുനഃസ്ഥാപിക്കാനുമുള്ള നടപടികൾ അധികൃതർ അടിയന്തരമായി സ്വീകരിച്ചു തുടങ്ങിയിട്ടുണ്ട്. ക്യാമറമാൻ നന്ദുവിനൊപ്പം ആൻഡോ കല്ലേരി, NCTV ന്യൂസ്, പുതുക്കാട്.